വൈറ്റ് പേപ്പറിന്റെ അടുത്ത ക്ലാസ്സിൽ എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് എക്കണോമിക് സിസ്റ്റം, എന്താണ് എക്കണോമിക് സിസ്റ്റം, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് എ മെക്കാനിസം വിച്ച് ഡീൽസ് വിത്ത് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ പർട്ടിക്കുലർ സൊസൈറ്റി. ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും ഒക്കെ ഡീൽ ചെയ്യുന്നതിനെയാണ്, അങ്ങനെയുള്ള ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്കണോമിക് സിസ്റ്റം എന്ന് പറയാം. The method of regulating economic activities of nations is called economic system. എക്കണോമിക് ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, എക്കണോമിക് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, റെഗുലേറ്റ് ചെയ്യുക, എക്കണോമിക് ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും ഒക്കെ ഡീൽ ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നതാണ് എക്കണോമിക് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ്, എത്ര തരം ഉണ്ട് എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഇനി ഓരോന്ന് നോക്കാം അല്ലെ. 3 തരം എക്കണോമിക് സിസ്റ്റംസ് ആണുള്ളത്. ഏതൊക്കെയാണത്? ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം. അപ്പം 3 ഇമ്പോർട്ടന്റ് എക്കണോമിക് സിസ്റ്റംസ് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇനി ക്യാപിറ്റലിസം എന്താന്ന് പഠിക്കാം. It is a system wherein the entire means of production and distribution of goods and services vested in the hands of private individuals with a minimum government interference. ക്യാപിറ്റലിസം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്, ഇതൊരു സിസ്റ്റമാണ് അല്ലെ. എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ പറഞ്ഞു എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാല് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എന്ത് ചെയ്യാണ്, റെഗുലേറ്റ് ചെയ്യുന്നതിനാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിലായിരിക്കും ഈ പ്രൊഡക്ഷന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ ഡീലിങ്സ് നടത്താം. അപ്പം ഇവിടെ എന്താണ്, മിനിമം ഗവൺമെന്റ് ഇന്റർഫിയറൻസ് കുറവായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനായിരിക്കും മെയിൻ റോള്. ഓക്കെ, ഇത് എയിംസ് ടു ഏൺ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റലിസത്തിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. ഇത് ദ പ്രൊഡക്ഷൻ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലേബറും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. Came into existence in the wake of Industrial Revolution. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ടൈമിലാണ് ഇത് എന്ത് ചെയ്തത്, വന്നത് അല്ലെ. ഇനി ഇറ്റ് ലീഡ്സ് ടു മൊണോപ്പൊളി, സെൻട്രലൈസേഷൻ ഓഫ് പവർ ആൻഡ് വെൽത്ത് ഓഫ് ഫ്യൂ ഹാൻഡ്സ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. ഇത് ക്യാപിറ്റലിസം എന്തിനൊക്കെ കാരണമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ആ ഒരാളുടെ കയ്യിൽ തന്നെയായിരിക്കും അതിന്റെ കുത്തക. പിന്നെ സെൻട്രലൈസേഷൻ ഓഫ് പവർ, അതും അത് തന്നെ ഉദ്ദേശിക്കുന്നു, പവർ ഒരാളിലേക്ക് ഒതുങ്ങും. അപ്പം ആൻഡ് വെൽത്ത് ഇൻ ഫ്യൂ ഹാൻഡ്സ്, കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം വെൽത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ എന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാരെ ചൂഷണം ചെയ്യാൻ തുടങ്ങും എന്നൊക്കെയാണ് ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു മാർക്സിസ്റ്റ് തിയറി, ക്ലാസ് വാർ ഈസ് ഇൻഡീഡ് കൺസിഡേർഡ് എ നാച്ചുറൽ ഔട്ട്കം ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഔട്ട്കം എന്താണ്, ക്ലാസ് വാർ ആണ്. ക്ലാസ് വാർ എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു യുദ്ധം അവിടെ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആരാണ് ഫാദർ ഓഫ് ക്യാപിറ്റലിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ്. ഫോർ ഫാദർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് തിങ്കിങ് എന്ന് പറയുന്നതും ആഡം സ്മിത്തിനെയാണ്. ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. അപ്പൊ ഇത്ര ഓക്കെ അല്ലേ? മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും ഇതിന്റെ മൊത്തം ഡീലിങ്സും വരിക. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നടക്കുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് വഴിയായിരിക്കും. ഗവൺമെന്റ് ഇന്റർഫിയറൻസ് അവിടെ ഉണ്ടാവില്ല. ഒരാളിലേക്ക് തന്നെ പവർ ഒതുങ്ങും. സെൻട്രലൈസേഷൻ ഓഫ് പവർ ആയിരിക്കും. ഓരോ ആൾക്കാരും ചൂഷണം ചെയ്യാനും തുടങ്ങാറ്. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് നോക്കാം അല്ലെ. ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ.
മാനേജ്മെന്റ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ പ്രൈവറ്റ് ഗെയിൻ. എന്തിനു വേണ്ടിയായി മാനേജ്മെന്റ്? പ്രൈവറ്റ് ഗെയിൻ, ഒരു പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയാണ് അല്ലെ. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ എക്കണോമിക് മാറ്റേഴ്സിലൊന്നും ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല. നോൺ ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ് ഇൻ ദ എക്കണോമിക് മാറ്റേഴ്സ്. പിന്നെ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ലേബറും ക്യാപിറ്റലും തമ്മിൽ, തൊഴിലാളികളും അവിടുത്തെ ക്യാപിറ്റലൊക്കെ തമ്മിൽ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താ പറയുന്നത്? ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് റിസൾട്ടന്റ് ക്ലാസ് സ്ട്രഗിൾ. അത് എന്തിന് കാരണമാവും? ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണമാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. പിന്നെ വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയൊരു അന്തരം അവിടെ ഉണ്ടാവുകയാണ്. പിന്നെന്താ? ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എന്റർപ്രൈസ്. അവർക്ക് പുതിയ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനും എന്റർപ്രൈസ് തുടങ്ങാനും ഒക്കെയുള്ള എന്തുണ്ട്? ഫ്രീഡം ഉണ്ട് അല്ലെ. ഇനി കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ആസ് ദ റെഗുലേറ്റർ ഓഫ് പ്രൈസ് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിൽ എന്തായിരിക്കും? നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. ഇവരായിരിക്കും പ്രൈസ് റെഗുലേറ്റ് ചെയ്യുക. അതേപോലെ ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് തന്നെ, പ്രൈസ് റെഗുലേറ്റ് ചെയ്യുക, അവരായിരിക്കും പ്രൈസ് ഡിസൈഡ് ചെയ്യുക. ഇനി കൺസ്യൂമേഴ്സ് സോവറിജിനിറ്റി, പിന്നെ മൊണോപ്പൊളി, പിന്നെ പ്രോക്സി അലൗഡ്. ഓക്കെ, മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ തന്നെയായിരിക്കും കുത്തക ഉണ്ടാവുക. പ്രോക്സി അലൗഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് വോട്ട് ചെയ്യേണ്ടതിന് പകരം വേറൊരാൾക്ക് അവിടെ വന്ന് വോട്ട് ചെയ്യാന്നുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അപ്പൊ ഇത്രയാണ് ഫീച്ചേഴ്സിൽ വരുന്ന. ഒരെണ്ണം കൂടെ ഉണ്ട്. ക്യാപിറ്റലിസം ബിലീവ്സ് ഇൻ ദ തിയറി ഓഫ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്ന ആള് നിൽക്കും അല്ലെ. ആ ഒരു തിയറിയിലാണ് ക്യാപിറ്റലിസം പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും ഓണർഷിപ്പ്. അതേപോലെ ഒരു പ്രോഫിറ്റിന് വേണ്ടി, ഒരു പ്രൈവറ്റ് ഗെയിനിന് വേണ്ടിയായിരിക്കും. ഗവൺമെന്റ് ഇന്റർഫിയറൻസ് കുറവായിരിക്കും. എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. ഹാവ്സും ഹാവ് നോട്ടും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് അവിടെ വരും. പിന്നെ പ്രൈസ് മെക്കാനിസം. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരിക ക്യാപിറ്റലിസത്തിൽ കേട്ടോ. ഓക്കെ, അടുത്ത ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ക്യാപിറ്റലിസം ആണ്. ദ റിവാർഡ് ഈസ് അപ്പോർഷൻഡ് ഓൺ മെറിറ്റ്സ്, സർവൈവൽ ഈസ് ഫിറ്റസ്റ്റ്. ഇത് ടേം നമ്മൾ ഓൾറെഡി പഠിച്ചു. റിവാർഡ് ഈസ് അപ്പോർഷൻഡ് ഓൺ മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണോ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അവർക്കായിരിക്കും കൂടുതൽ റിവാർഡ് കിട്ടുക. ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ്സ് ഫർണിഷസ് ദ ബെസ്റ്റ് ആർഗ്യൂ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് ബിസിനസ്. എന്തിനു വേണ്ടി ആളുകൾ കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കുക? ബിസിനസിന്റെ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, there are always opportunities for worthwhile persons to show their worth and talent. അവർക്ക് എന്താണ്? കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അവിടെ. അവരുടെ ടാലന്റ് ഒക്കെ കാണിക്കാൻ കുറെ സാധ്യതകൾ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ amendable to a certain amount of regulation by the state. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന? ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. അടുത്തെന്താ? ക്യാപിറ്റലിസം ഹാസ് സർവൈവ്ഡ് മെനി ക്രൈസിസ് ആൻഡ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു അഡാപ്റ്റ് ഇറ്റ്സെൽഫ് ടു ദ ചേഞ്ചിങ് എക്കണോമിക് കണ്ടീഷൻസ്. എന്താ പറഞ്ഞത്? ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എന്താണ്? അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആണെന്നാണ് പറയുന്നത്. ചേഞ്ചിങ് എക്കണോമിക് കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് എന്തിൽ വരുന്നത്? അഡ്വാൻറ്റേജസ് ഓഫ് ക്യാപിറ്റലിസത്തിൽ വരുന്നത്. ഓക്കെ, ഈ റെഡ് കളറിൽ കാണുന്നൊക്കെ മെയിൻ പോയിന്റ്സ് ആണ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. പെർമിറ്റിംഗ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ടു എക്സ്പ്ലോയിറ്റ് എവരി സിറ്റുവേഷൻ. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ എന്തിന് പെർമിറ്റ് ചെയ്യുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ നോൺ ഇന്റർഫിയറൻസ് ബൈ ദ ഗവൺമെന്റ് ലീഡ്സ് ടു മാൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡിലും സപ്ലൈയിലൊക്കെ എന്തെങ്കിലും എന്താ പറയാ, കള്ളത്തരമൊക്കെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട്? ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് അവിടെ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതുകൊണ്ടോ
അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ centralization of power in a few hands in regard to production of goods places vast power accumulate power under few hands so it creates monopoly. ഇപ്പൊ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞു, കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം പവർ ഉണ്ടായിരിക്കുക എന്നുള്ളത് മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ കാരണമാണെന്നും പറയുന്നുണ്ട്. There is unfair and unequal distribution of income and wealth. ഇൻകവും വെൽത്ത് ഒക്കെ അൺഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Okay. There exists cutthroat competition which resulted in vast of resources and manpower, resulting in overproduction of certain classes of goods. എന്താ പറയുന്നേ? കട്ട്ത്രോട്ട് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് എന്തിന് കാരണമാവും? ചില ഗുഡ്സ്, ചില ക്ലാസ് ഓഫ് ഗുഡ്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ കാരണമാവും. റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യാനും അവിടെ കാരണമാവും ട്ടോ. ഇനി ഹ്യൂമൻ വാല്യൂസ് ആൻഡ് എത്തിക്സ് ആർ നോട്ട് അറ്റ് ഓൾ ടേക്കൺ കെയർ. ഹ്യൂമൻ വാല്യൂസിനും എത്തിക്സിനൊന്നും ഒരു വിലയും അവിടെ ഉണ്ടാവില്ല. അപ്പം അതൊന്നും ടേക്കൺ കെയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. The workers degenerate into a mere part of an automation production process. വർക്കേഴ്സിന് എന്ത് ചെയ്യുക? ഡീജനറേറ്റ് ചെയ്യുക. അവിടെ പ്രൊഡക്ഷൻ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി it leads to a division of society into working class and the capitalist. സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്യാൻ കാരണമാണ് ഡിവിഷൻ ഓഫ് എ സൊസൈറ്റി. വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടും ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാനും കാരണമാണ്. അപ്പൊ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസിൽ വരിക. ഈ റെഡ് കളറിലുള്ളത് പഠിക്കുക കേട്ടോ മെയിൻ ആയിട്ട്. അടുത്തത് ഓക്കെ, ഇനി അടുത്ത എടുക്കാൻ പോകുന്നത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. എന്താ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീഫോംഡ് ഫോം ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ ഒരു റീഫോംഡ് ഫോം ആയിട്ടാണ് എന്തിനെ പറയുന്നത്? കോപ്പറേഷനെ നമ്മൾ പറയുന്നത്. ഇനി ഇത് എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് നമുക്ക് നോക്കാം. ബോത്ത് എംഫസൈസ് ടു ക്യാപിറ്റൽ. രണ്ടും എന്ത്? ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. യൂസസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആൻഡ് ഒബ്റ്റെയിൻ അറ്റ് എ വെരി ലോ പ്രൈസ്. ലേബറും അതർ ഫാക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ആരാണ്? കോപ്പറേഷനും ക്യാപിറ്റലിസം രണ്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലേബറിനെ യൂസ് ചെയ്യുന്നുണ്ട്, അതർ ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് ലോവസ്റ്റ് പ്രൈസ്. ഇനി പേ വെൽ ടു എംപ്ലോയി എക്സിക്യൂട്ടീവ്സ്. എംപ്ലോയി എക്സിക്യൂട്ടീവ്സിന് നല്ലോണം പേ ചെയ്യുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻഡ് അപ്പോൺ ബിസിനസ് എഫിഷ്യൻസി. ഇവര് രണ്ടുപേരും കോപ്പറേഷനും ക്യാപിറ്റലിസവും എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബിസിനസ് എഫിഷ്യൻസി ആണ് നോക്കുന്നത്. അടുത്തത് നോട്ട് ഫേവറിങ് സ്റ്റേറ്റ് ഇന്റർഫിയറൻസ് ഇൻ ഇറ്റ്സ് അഫയേഴ്സ്. അതിന്റെ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കോപ്പറേഷന്റെ ക്യാപിറ്റലിസത്തിന്റെ മറ്റൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ recognizes the right to property and the right to inheritance. എന്തിനും പ്രോപ്പർട്ടി കൈവശം വെക്കാനോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം വരുത്താനോ ഉള്ള എന്തുണ്ട് റൈറ്റ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയാണ് കോപ്പറേഷനും ക്യാപിറ്റലിസം ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സിമിലാരിറ്റീസ് വരുന്നത്. എന്തൊക്കെയാ? എംഫസൈസസ് ടു ക്യാപിറ്റൽ, യൂസസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് അറ്റ് ലോ പ്രൈസ്, പേ വെൽ ടു എംപ്ലോയി എക്സിക്യൂട്ടീവ്, ബിസിനസ് എഫിഷ്യൻസി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഇന്റർഫിയറൻസ് അവർ ഇഷ്ടപ്പെടുന്നില്ല, പിന്നെന്താ റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് റിക്കഗ്നൈസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത എന്താ നോക്കാം. അടുത്ത പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. കോപ്പറേഷനും ക്യാപിറ്റലിസം നമ്മൾ സിമിലാരിറ്റീസ് നമ്മൾ പഠിച്ചു. അടുത്ത ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? സർവീസ് മോട്ടീവ് ആണ് അല്ലെ. ക്യാപിറ്റലിസം ആണെങ്കിലോ പ്രോഫിറ്റ് മോട്ടീവ് ആണ്. പിന്നെ ബെറ്റർ എക്കണോമിക് സർവീസസ് ഫോർ ഇംപ്രൂവിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി ബെറ്റർ എക്കണോമിക് സ്റ്റാൻഡേർഡ്സ് സർവീസസ് കൊണ്ടുവരിക എന്നുള്ളതാണ് കോപ്പറേഷന്റെ ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റലിസം ആണെങ്കിലോ മാക്സിമൈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്നത് കൂടുതലാക്കുക എന്നുള്ളതാണ് ക്യാപിറ്റലിസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ മെമ്പർഷിപ്പ് ബട്ട് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന് റെസ്ട്രിക്ഷൻ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഓപ്പൺ മെമ്പർഷിപ്പ് ആണ്, എല്ലാവർക്കും അതിൽ മെമ്പർഷിപ്പ് എടുക്കാം.
ക്യാപിറ്റലിസത്തിന്റെ കേസ് അങ്ങനെയല്ല, ക്ലോസ്ഡ് ടൈപ്പ് ആയിരിക്കും, ക്ലോസ്ഡ് മെമ്പർഷിപ്പ് ആയിരിക്കും. വിത്ത് അൺറെസ്ട്രിക്റ്റഡ് സെയിൽ ഓഫ് ഷെയർസ്. ഇത്ര ഷെയർസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, സെയിൽ നടത്താം, ഷെയർസ് സെയിൽ നടത്താം, അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി കോർപ്പറേഷന്റെ കേസിൽ പ്രോക്സി നോട്ട് അലൗഡ്, 1 man 1 vote ആണ്. അപ്പൊ ഓരോ വോട്ടിനനുസരിച്ചായിരിക്കും അവർക്ക് പ്രോക്സി ഉണ്ടാകുക. അപ്പൊ വേറൊരാൾക്ക് വന്നിട്ട് അവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്യാപിറ്റലിസത്തിന്റെ കേസിൽ പ്രോക്സി അലൗഡ് ആണ്. ഷെയർ ക്യാപിറ്റൽ ഡിറ്റർമൈൻ ദ വോട്ടിംഗ് റൈറ്റ്. അവർ കൊണ്ടുവരുന്ന ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും വോട്ടിംഗ് റൈറ്റ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്തത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഇൻട്രസ്റ്റ് ആസ് വെൽ ആസ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ കൺസ്യൂമേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. എല്ലാവരുടെയും ഇൻട്രസ്റ്റോട് കൂടിയാണ് കോർപ്പറേഷന്റെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. മെമ്പേഴ്സിന്റെ, അതേപോലെ തന്നെ ജനറൽ പബ്ലിക്കിന്റെ, പിന്നെ കൺസ്യൂമേഴ്സിന്റെ ഒക്കെ ഇഷ്ടത്തോടു കൂടി, ഇൻട്രസ്റ്റോട് കൂടിയാണ് ഓപ്പറേഷൻ നടക്കുക. പക്ഷെ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണ് ക്യാപിറ്റലിസത്തിൽ വരുന്നത്. അടുത്ത പാട്രോണേറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് ഫണ്ട് കളക്ടർ. മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും നോൺ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്യാപിറ്റലിസത്തിന്റെ കേസിൽ എനിവൺ ഹു ആർ ഇൻട്രസ്റ്റ്, ആർക്കാണ് ഇൻട്രസ്റ്റ് ഉള്ള അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇനി റെസ്ട്രിക്റ്റഡ് ലിമിറ്റ് ഓൺ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കുന്നത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് കോർപ്പറേഷനിൽ. പക്ഷെ ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് ചെയ്യുന്നില്ല. നോ റെസ്ട്രിക്ഷൻ പ്ലേസ്ഡ് ഇൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. നോ റെസ്ട്രിക്ഷൻ പ്ലേസ്ഡ് ഇൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഇനി അടുത്ത പറയുന്നത് നോ സച്ച് കോമ്പറ്റീഷൻ. കോർപ്പറേഷനിൽ എന്തില്ല, കോമ്പറ്റീഷൻ ഇല്ല. പക്ഷെ ക്യാപിറ്റലിസത്തിന്റെ കേസിൽ അങ്ങനെയല്ല, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവും. ഇനി മെമ്പേഴ്സും ഓർഗനൈസേഷനുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കോർപ്പറേഷനിൽ ഉണ്ടാവും. പക്ഷെ ക്യാപിറ്റലിസത്തിൽ ഇൻപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത. ഇനി കുറച്ച് ഡിഫറൻസും കൂടെ ഉണ്ട്, അതും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി മെൻസ് ഓൺ ക്യാപിറ്റൽ. ആളുകളുടെ കയ്യിലായിരിക്കും ക്യാപിറ്റൽ, അവരായിരിക്കും ഓൺ ചെയ്യുന്നത്. ക്യാപിറ്റലിസത്തിന്റെ കേസിൽ ക്യാപിറ്റൽ ആണ് എന്ത് ചെയ്യുന്നത്, മെന്നിനെ ഓൺ ചെയ്യുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പിനെയും മ്യൂച്വൽ ഹെൽപ്പിനെയും ബേസ് ചെയ്ത് ഇതായിരിക്കും കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടെ എല്ലാവരുടെയും ഹെൽപ്പോട് കൂടിയിട്ടാണ്, സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പും ഉണ്ട്. ക്യാപിറ്റലിസത്തിന്റെ കേസിൽ സെൽഫ് ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ്. ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്യാപിറ്റലിന് മാത്രമേ എന്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ, ക്യാപിറ്റലിസത്തിൽ. ഗീവ് ഇമ്പോർട്ടൻസ് ടു ക്യാപിറ്റൽ ഓൺലി. ഇനി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാലോ ഓട്ടോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ജനാധിപത്യപരമാണ് കോർപ്പറേഷൻ, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്യാപിറ്റലിസത്തിൽ വരിക. ഇനി നമുക്ക് അടുത്ത എടുക്കാനുള്ളത് എന്താ, സോഷ്യലിസവും കമ്മ്യൂണിസവും ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.